you, Jesus, Lord. Hallelujah. Thank you, Abba. ഇതൊരു മഹത്വത്തിൻ്റെ പകലാക്കി തീർക്കുന്നതിനെ നന്ദി പറയുന്നപ്പാ. Thank you, Jesus, Lord. അന്യഭാഷയിൽ ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? Holy Spirit of God, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞ കർത്താവ്, എൻ്റെ നീതിമാന്റെ മുമ്പിൽ ഞാനൊന്നും മറയ്ക്കുകയില്ല, എല്ലാം മറ നീക്കി വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് മറ നീക്കി ഞങ്ങളുടെ മുമ്പിൽ പലതും വെളിപ്പെടും. രഹസ്യങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെടും, മർമ്മങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെടും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ദൈവിക മഹത്വത്തിന്റെ മറ്റൊരു തലത്തിലേക്ക്. Father, we are in your presence. ഹൃദയം തുറന്ന അന്യഭാഷയിൽ നമ്മെ തന്നെ മറന്ന് യേശുവിനോട് പറഞ്ഞ, അപ്പാ ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിലാകുന്നു. അപ്പാ, താങ്ക് യു ജീസസ്. റിസറക്റ്റഡ് കിങ്, ഉയർത്തെഴുന്നേറ്റ രാജാവേ, മഹത്വത്തിന്റെ രാജാവേ, ഞങ്ങൾ അങ്ങ് സ്നേഹിക്കുന്നു. Father, in your presence, we are in your presence. We acknowledge your presence. We are bringing back the hour, bringing back the hour. We are people of your presence, people of your presence. We are bringing back the hour, bringing back the hour. We are people of your presence, oh people of your presence. സുവിശേഷത്തിന്റെ യഥാർത്ഥ സത്യം മഹത്വത്തെ തിരികെ നൽകുക എന്നാണ്. സുവിശേഷത്തിന്റെ യഥാർത്ഥ സത്യം ഗ്ലോറിയെ, നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ തിരികെ നൽകുക എന്നതാണ്. പക്ഷെ കഴിഞ്ഞൊരു തലമുറ, കുറച്ച് ജനറേഷനുകൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്തോ ചില കെട്ടുകഥകളാക്കി മാത്രം മാറ്റുമ്പോൾ, യെരൂശലേമിലേക്ക് ദാവീദ് ആ പെട്ടകത്തെ മടക്കി കൊണ്ടുവന്നതുപോലെ ഇന്ന് പകൽ ആ സത്യത്തെ നമുക്ക് കേരളത്തിലേക്ക് മടക്കി കൊണ്ടുവരാം. സാന്നിധ്യം ഇഷ്ടപ്പെടുന്നവരോട് കർത്താവ് എപ്പോഴും കൂടെ നടക്കുന്നുണ്ട്. കൂടെ നടക്കാൻ ഇഷ്ടപ്പെടുന്നവർ, മുഖാമുഖം കാണാൻ ഇഷ്ടപ്പെടുന്നവർ, കണ്ണുകളിലേക്ക് നോക്കി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, കണ്ണുകളിലേക്ക് നോക്കി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരോട് കൂടെ യേശു അപ്പ എപ്പോഴും കൂടെ ഉണ്ട്. അവർക്ക് മാത്രമേ യെരൂശലേമിലേക്ക് ദാവീദ് പെട്ടകം കൊണ്ടുവന്ന പോലെ യഥാർത്ഥ ആരാധകനെ മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ മഹത്വത്തിന്റെ വെളിപ്പാട്, മഹത്വം എന്ന സത്യം, മഹത്വം എന്ന യഥാർത്ഥ സത്യം ഈ തലമുറയിൽ നമുക്ക് നമ്മുടെ പട്ടണത്തിലേക്ക് തിരികെ കൊണ്ടുവരാം. നമ്മുടെ 1-ാം നൂറ്റാണ്ടിലും അതിനുശേഷമുള്ള ശക്തന്മാരായ പിതാക്കന്മാർ അവർ അറിഞ്ഞിരുന്ന സത്യം, തലമുറകളിലേക്ക് പകർന്നിരുന്ന പ്രവചനങ്ങൾ ഈ ദിവസം നമുക്ക് ആ ആർക്കിനെ മടക്കിക്കൊണ്ടുവരാം, നമുക്ക് ആ പെട്ടകത്തെ മടക്കിക്കൊണ്ടുവരാം. Yes, we are bringing back your ark. We are the people of your presence. We are the people of your presence. Oh, we are the people of your presence. We are the people of your presence. We are bringing back the ark. We are bringing back the ark. We are people of your presence, people of your presence. We are bringing back the ark. Hey, bringing back the ark. We are people of your presence, people of your presence. We are bringing back the ark, bringing back the ark. We are people of your presence, people of
യെസ് കർത്താവേ, ആ തേജസ്സിന്റെ വെളിപ്പാടിനെ ഞങ്ങൾ തിരികെ കൊണ്ടുവരികയാണ്. ഞങ്ങളുടെ പട്ടണങ്ങളിലേക്ക്, ഭാരതത്തിലേക്ക്, കേരളത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ സിറ്റിയിലേക്ക്, ഞങ്ങളുടെ ചർച്ചസുകളിലേക്ക്, ഞങ്ങളുടെ സഹോദരങ്ങളിലേക്ക്, സകലരുടെ മേലേക്കും മഹത്വം എന്ന സത്യം, മഹത്വം എന്ന സത്യം, മഹത്വം എന്ന സത്യം. ഓ ലാസിയാന്ധനയാനരവവശതേ ലേഖനിയാന്ധനയാന്ധനയാന്ധോസതനിയാന്ധോലയാന്ധനയാരവ. ഓ മഹത്വം എന്ന സത്യത്തിലേക്ക് ഞങ്ങൾ നടത്തണം. We are bringing back the ark. ആ സത്യത്തെ ഞങ്ങൾ തിരികെ കൊണ്ടുവരികയാണ്. ആ പെട്ടകത്തെ, തേജസ്സാകുന്ന സത്യത്തെ ഞങ്ങൾ തിരികെ കൊണ്ടുവരികയാണ്. ഓഹോ റേബാന്ധേ സിതാന്തരയാധനേ. सारी दुनिया तेरी है, सब कुछ तूने रचाया है. सारी दुनिया तेरी है, सब कुछ तूने रचाया है. मुझको भी तूने बनाया है, तेरे जैसा किया है. क्या दे सकता हूँ, क्या ला सकता हूँ, कहता तुझे बस शुक्रिया. क्या दे सकता हूँ, क्या ला सकता हूँ, कहता तुझे बस शुक्रिया. क्या दे सकता हूँ, क्या ला सकता हूँ, कहता तुझे बस शुक्रिया. शुक्रिया 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 तेरा, शुक्रिया 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 यीशु तेरा. We acknowledge your presence in this place. ഓരോ വീടിനകത്തും, ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ വീടിനകത്തും, ഓരോ മുറികൾക്കകത്തും, ഓരോ വാഹനത്തിനകത്തും തടഞ്ഞു നിർത്താൻ കഴിയാത്ത ദൈവ സാന്നിധ്യം, പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം, മുഖാമുഖമായി, ഫേസ് ടു ഫേസ് ആയി, മുഖാമുഖമായി, മുഖാമുഖമായി. ഓ ഭാഷയിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളായി ഒത്തിരി കള്ളത്തരത്തെ ദൈവം പൊളിക്കുകയാണ്. ചർച്ച് ഹാളിനകത്ത് ഇരുന്നാൽ മാത്രമല്ല ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്. നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. നിങ്ങളുടെ ഭവനത്തിലായിരിക്കട്ടെ, നിങ്ങൾ ഏത് പട്ടണത്തിലായിക്കോട്ടെ, ഏത് രാജ്യത്തിലായിക്കോട്ടെ, the presence of God is there. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേൾക്കുന്ന ടെസ്റ്റിമണികൾ അസാധാരണമാണ്. ഓൺലൈനിൽ കൂടെ അസാധാരണമായി ജീവനിലേക്ക് തിരികെ വന്നവർ, മരണത്തിന്റെ അവസാന തട്ടിൽ പോയിട്ടും ആരാധനയിൽ കൂടെ മാത്രം ജീവനിലേക്ക് തിരികെ കടന്നു വരുന്നവർ ഒത്തിരി അനേകമാണ്. ആ ദൈവ സാന്നിധ്യം നമ്മെ മൂടുകയാണ്. You are my everything, Yeshua. You are my all.
ഞാൻ നിന്നിൽ ചേർന്നല്ലോ, യാതൊന്നിനും മാറ്റുവാൻ കഴിയാതെ ആയല്ലോ. ആഴമാ ആഴമാ ഞാൻ നിന്നിൽ ചേർന്നല്ലോ, യാതൊന്നിനും മാറ്റുവാൻ കഴിയാതെ ആയല്ലോ. ആഴമാ 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 ഞാൻ നിന്നിൽ ചേർന്നല്ലോ, യാതൊന്നിനും മാറ്റുവാൻ കഴിയാതെ ആയല്ലോ. ഒന്നിനും മാറ്റാൻ കഴിയാതെ ആഴമാ ആഴമാ ഞാൻ നിന്നിൽ ചേർന്നല്ലോ, യാതൊന്നിനും മാറ്റുവാൻ കഴിയാതെ ആയല്ലോ. ദൈവ കുഞ്ഞാടെ സ്തുതിക്കു യോഗ്യനെ, മാറാത്ത സ്നേഹിതനെ, ഓ അങ്ങേ പാടുമ്പോൾ അങ്ങേ വാഴ്ത്തുമ്പോൾ ഞാനെന്നും ഭാഗ്യവാൻ. ദൈവ കുഞ്ഞാടേ, ഓ ദൈവ കുഞ്ഞാടേ സ്തുതിക്കു യോഗ്യനെ, മാറാത്ത സ്നേഹം അങ്ങേ പാടുമ്പോ അങ്ങേ പാടുമ്പോ അങ്ങേ വാഴ്ത്തുമ്പോ ഞാനെന്നും കരമുയർത്തി പാടാമോ? ആഴമാ 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 ഞാൻ നിന്നിൽ ചേർന്നല്ലോ, യാതൊന്നിനും മാറ്റുവാൻ യാതൊന്നിനും മാറ്റുവാൻ കഴിയാതെ much more deeper ആഴമാ 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 ഞാൻ നിന്നിൽ ചേർന്നല്ലോ, യാതൊന്നിനും യാതൊന്നിനും മാറ്റുവാൻ കഴിയാതെ ആയല്ലോ. ശബ്ദമെത്തി പാടുമ്പോ ആഴമാ 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 ഞാൻ നിന്നിൽ ചേർന്നല്ലോ, യാതൊന്നിനും മാറ്റുവാൻ കഴിയാതെ ആയല്ലോ. ദൈവ കുഞ്ഞാടേ ദൈവ കുഞ്ഞാടേ സ്തുതിക്കു യോഗ്യനെ,
മാറാത്ത സ്നേഹിതനേ, അങ്ങേ പാടുമ്പോ അങ്ങേ വാഴ്ത്തുമ്പോ ഞാനെന്നും ദൈവ കുഞ്ഞാടേ, ഓ ദൈവ കുഞ്ഞാടേ, സ്തുതിക്കു യോഗ്യനേ. ഒരിക്കലും മാറാത്ത സ്നേഹിതനെ, ഒരിക്കലും പിരിയാത്ത സ്നേഹിതനെ അങ്ങേ പാടുമ്പോ, ഓ അങ്ങേ വാഴ്ത്തുമ്പോ ഞാനെന്നും ഭാഗ്യവാനാണ്. പാട്ടിനെ മിനിസ്ട്രി ചെയ്യാനുള്ള ശക്തിയുണ്ട്. സംഗീതം നമ്മെ ശുശ്രൂഷിക്കും. ആരാധനയ്ക്ക് അതിലുപരി ശക്തിയുണ്ട്. നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ, തേജോമയനായ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കർത്താവിന് കൊടുക്കേണ്ട മഹത്വം അതുപോലെ കൊടുക്കുമ്പോൾ, യേശു കർത്താവേ, അങ്ങാണ് സകലത്തിൻ്റെയും കാരണഭൂതൻ എന്ന് പറയുമ്പോൾ, അങ്ങാണ് സകലത്തെയും നിർമ്മിച്ച സൃഷ്ടിതാവെന്ന് പറയുമ്പോൾ, എൻ്റെ ഉടയവൻ അങ്ങാണ്, എൻ്റെ യജമാനൻ അങ്ങാണ്, എൻ്റെ കർത്താവും എൻ്റെ പിതാവും എല്ലാം അവിടെ നിന്നാണെന്ന് പറയുമ്പോൾ, ആ യേശുവിനെ, ആ പിതാവിനെ, ദൈവത്തിൻ്റെ അതേ സ്ഥാനം, അതേ മൂല്യത്തോടെ, അതേ പ്രാധാന്യത്തോടെ നാം കൊടുക്കുമ്പോൾ അതിന് പറയുന്ന പേര് ആരാധന എന്നാണ്. ഒരിക്കലും പിരിയാത്തൊരു ബന്ധം ഞാനും ദൈവമായിട്ടുണ്ടെന്ന് ആർക്കും വേർപെടുത്താൻ കഴിയാതെ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉയരത്തിനോ ആഴത്തിനോ നഗ്നതയ്ക്കോ പട്ടിണിക്കോ കഷ്ടതകൾക്കോ വരുവാനുള്ളതിനോ വാളിനോ ഒന്നിനും വേർപെടുത്താൻ കഴിയില്ല. അതുപോലൊരു ബന്ധം ഞാനും എൻ്റെ ദൈവവും ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഇന്ന് നടക്കാൻ പോകുന്ന ശുശ്രൂഷ, ഇന്ന് കർത്താവ് നമ്മെ ഭൂമിയിൽ നിന്നും പുറത്തു കൊണ്ടുപോകും. ഭൂമിക്കകത്താണ് സമയത്തിന്റെ പരിധിയുള്ളത്. എന്നാൽ ആദാം ജീവിച്ചിരുന്നത് പോലെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ അഭിഷേകത്തെ ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞു, ആദാം ജീവിച്ചിരുന്നത് പോലെ ഏജ്ലെസ്സായി, പ്രായമില്ലാതെ. പ്രായം നിർണ്ണയിക്കുന്നത് ഭൂമിയിലാണ്. എങ്ങനെ നമുക്ക് ആത്മീക അന്തരീക്ഷത്തിലേക്ക് കടക്കാൻ കഴിയും? ഭൂമി എന്ന ഈ തലത്തിൽ നിന്നും ഗ്ലോറി എന്ന തലത്തിലേക്ക് അടുത്തൊരു അപ്ലിഫ്റ്റ്മെന്റ് നടക്കണമെങ്കിൽ, അടുത്തൊരു ഉയർച്ച നടക്കണമെങ്കിൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ സാഹചര്യത്തെ നാം മറക്കണം. നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രാർത്ഥനാ വിഷയം കൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് അതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല. നമ്മുടെ ചിന്തകൾ വിശാലമാകണം. കാരണം ദൈവം ക്രിയേഷൻ ചെയ്യുമ്പോൾ ഭൂമിയെ മാത്രമല്ല ക്രിയേറ്റ് ചെയ്തത്, ഭൂമിയെ മാത്രമല്ല ക്രിയേറ്റ് ചെയ്തത്, യൂണിവേഴ്സിനെ മുഴുവനായാണ് ക്രിയേറ്റ് ചെയ്തത്. അതിനകത്തൊരു സ്പെഷ്യൽ തലമുണ്ട്, ആത്മീക തലമുണ്ട്. ടൈംലെസ് ആയി, എൻഡ്ലെസ് ആയി അതിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഭൂമി മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. ഭൂമിയുടെ അറ്റത്തോളം ശുശ്രൂഷയിലേക്ക് നമുക്ക് വ്യാപിക്കാൻ പറ്റും. ഇന്നത്തെ ദിവസം കർത്താവേ, നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഒതുങ്ങാനല്ല, കേരളത്തിൻ്റെയോ ട്രിവാൻഡ്രത്തിൻ്റെയോ നമ്മുടെ ഭവനത്തിൻ്റെയോ കാര്യങ്ങൾ കൊണ്ട് ഒതുങ്ങാനല്ല, ഗ്ലോറിയിലേക്ക് കടക്കാൻ, നിത്യമായ വാഴ്ചയിലേക്ക് കടക്കാൻ, നിത്യമായ ജീവിതത്തിലേക്ക് കടക്കാൻ. എന്നെ അറിയുന്നവന് നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു എന്ന് യേശു പറയുന്നത്. എന്നെ അറിയുന്നവന് നിത്യജീവൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആഴമായി അറിയുന്നവന് എത്രയധികം. സെയിം വാക്ക്, അവനെ അറിയുമ്പോൾ അതേ വാക്കാണ് ഉൽപ്പത്തിയിൽ കൊടുത്തിരിക്കുന്നത്. ആദാം ഹവ്വയെ അറിഞ്ഞപ്പോൾ പുതിയ ജനനം സംഭവിച്ചു. അതേ വാക്കാണ് പുതിയ നിയമത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്നെ അറിയുന്നവന് നിത്യജീവനുണ്ട്. ഇന്റിമേറ്റ് ആയിട്ട് അറിയുന്നവന് നിത്യജീവനാണെങ്കിൽ പിരിയാൻ കഴിയാത്ത ബന്ധത്തിൽ ജീവിക്കുന്നതിന് എത്രയധികം. ഒന്ന് അറിയുന്നവന് നിത്യജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ വാഴേണ്ടവരാണ്. ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പൊളിയും. കോഴി കുഞ്ഞുങ്ങളെ പോലെ ചുറ്റി തറയിൽ മാത്രം നോക്കി നടക്കുന്ന ലൈഫ് മാറാൻ പോവാണ്. യേശുവിന്റെ നാമത്തിൽ കോഴി കുഞ്ഞുങ്ങളെ പോലെ ചുറ്റി സഞ്ചരിക്കുന്ന എല്ലാം മാറാൻ പോവുകയാണ്. കഴുകനെ പോലെ ഉയരത്തിൽ പറക്കാൻ, കഴുകന്മാരെ പോലെ ഉയരത്തിൽ പറക്കാൻ. ഇന്ന് കർത്താവിനോട് പറഞ്ഞ വാക്കിങ്ങനെയാണ്, ഭൂമിയിൽ നിന്ന് നമ്മെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ടൈംലെസ്സായി, സമയമില്ലാതെ, ഏജ്ലെസ്സായി, പ്രായമില്ലാതെ, നിത്യമായി. കഴിഞ്ഞൊരു തലമുറ വരെ കണ്ടത് അവർ ഇടയ്ക്ക് വെച്ച് ശരീരം ഉപേക്ഷിക്കുന്നതാണ്. എന്നാൽ ഹാനോക്കിനെ പോലെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു പിതാവേ. ആർക്കും വേർപെടുത്താൻ കഴിയാത്ത ബന്ധമാണിത്.
ഒന്നിനും വേർപെടുത്താൻ കഴിയാത്ത ബന്ധമാണിത്. എന്തൊക്കെ എതിരെ ഉയർന്നെന്ന് പറഞ്ഞാലും, എന്തൊക്കെ നമുക്ക് മുൻപേ നിന്നെന്ന് പറഞ്ഞാലും ഒന്നിനും തകർക്കാൻ കഴിയാതെ നീ എന്റെ നൽ സഖിയാണപ്പാ. യേശുവിനോട് പറഞ്ഞേ, ഓ നീ എന്റെ നൽ സഖിയാ യേശുവേ, എന്നെന്നും നിലനിൽക്കും നിക്ഷേപമാ യേശുവേ, എന്നെന്നും നീ എന്റെ നൽ സഖിയാ, നീ എന്റെ നൽ സഖിയാ യേശുവേ, എന്നെന്നും നിലനിൽക്കും നിക്ഷേപമാ, നിലനിൽക്കും നിക്ഷേപമാ യേശുവേ, എന്നെന്നും. പാടാത്തവരും ചേർന്ന് ഹൃദയത്തിൽ നിന്ന് പറയാമോ, നീ എന്റെ നൽ സഖിയാ, നീ എന്റെ നൽ സഖിയാ യേശുവേ, എന്നെന്നും നിലനിൽക്കും നിക്ഷേപമാ യേശുവേ, എന്നെന്നും നീ എന്റെ നൽ സഖിയാ, നീ എന്റെ നൽ സഖിയാ യേശുവേ, എന്നെന്നും എന്റെ നിലനിൽക്കും നിക്ഷേപമാ. അങ്ങാണ് എന്റെ നിക്ഷേപം കർത്താവേ. എന്റെ നിക്ഷേപം ഭൂമിയിലല്ല ഇരിക്കുന്നത്, എന്റെ നിക്ഷേപം സ്വർഗത്തിലാണ്. യുവാമായി അങ്ങന്റെ നിക്ഷേപമാണ്, അങ്ങന്റെ നിക്ഷേപമാണ്. എവർലാസ്റ്റിംഗ് ആയി എന്നും നിലനിൽക്കുന്ന എന്റെ നിക്ഷേപമാണ്. ഓ ആഴമാ ആഴമാ ഞാൻ നിന്നിൽ ചേർന്നല്ലോ, യാതൊന്നിനും മാറ്റുവാൻ കഴിയാതെ ആയല്ലോ. ആഴമാ 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 ഞാൻ നിന്നിൽ ചേർന്നല്ലോ, യാതൊന്നിനും മാറ്റുവാൻ കഴിയാതെ. ഈ ബന്ധം വരുമ്പോഴാണ് ഉത്തമഗീതത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ ടേക്ക് ഓവർ ചെയ്യും, അവൻ നമ്മെ നയിക്കും ഇഷ്ടമുള്ളിടത്തൊക്കെയും തേജസ്സിന്റെ കൊടുമുടികളിലേക്ക്, ഉന്നതങ്ങളിലേക്ക്, പർവ്വതങ്ങളുടെ ഉന്നതങ്ങളിലേക്ക് അവൻ നമ്മെ നടത്തും. വീഞ്ഞു വീട്ടിലേക്ക് അവൻ നമ്മെ കൊണ്ടുപോകും. ഹൃദയമായിരിക്കുന്ന സീക്രട്ട് പ്ലേസിലേക്ക് അവൻ നമ്മെ കൊണ്ടുപോകും. ഏറ്റവും സീക്രട്ട് ആയിരിക്കുന്ന പ്ലേസിലേക്ക് നമ്മെ കർത്താവ് കൊണ്ടുപോകും. ഈ ബന്ധത്തിനകത്താണത്. കർത്താവിനോട് പറയാം, കർത്താവേ ഞങ്ങൾ അത് പ്രഖ്യാപിക്കുന്നു. ഈ അന്തരീക്ഷത്തിൽ പറയുകയാണ്, ഒന്നിനും എന്നെ വേർപെടുത്താൻ കഴിയില്ല, ഒന്നിനും എന്നെ വേർപെടുത്താൻ കഴിയില്ല. ആഴമാണ്, ഞാൻ അങ്ങിൽ ആഴമായി വേരൂന്നിയിരിക്കുന്നു. ആർക്കും പിഴുതു മാറ്റാൻ കഴിയാത്ത രീതിയിൽ അവനിൽ വേരൂന്നപ്പെട്ട് റൂട്ടഡായി 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 യെസ് ഫാദർ ഇഴുകിച്ചേരുകയാണ് ഞങ്ങൾ. ഓ ആഴമാ ആഴമാ ഞാൻ നിന്നിൽ ചേർന്നല്ലോ, യാതൊന്നിനും മാറ്റുവാൻ കഴിയാതെ ആയല്ലോ. ആഴമാ ആഴമാ
കുഞ്ഞാടെ സ്തുതിക്കു യോഗ്യനെ മാറാത്ത സ്നേഹം. ദൈവ കുഞ്ഞാടേ, ദൈവ കുഞ്ഞാടേ സ്തുതിക്കു യോഗ്യനെ മാറാത്ത സ്നേഹം. അങ്ങേ പാടുമ്പോ, അങ്ങേ പാടുമ്പോ, അങ്ങേ വാഴ്ത്തുമ്പോ ഞാനെന്നും അങ്ങേ പാടുമ്പോ, അങ്ങേ പാടുമ്പോ, അങ്ങേ വാഴ്ത്തുമ്പോ അങ്ങേ പാടുമ്പോൾ, അങ്ങേ വാഴ്ത്തുമ്പോൾ ഞാൻ എന്ത് ധന്യനാണ്. ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്ത ബന്ധത്തിൽ കർത്താവ് നമ്മെ നയിക്കട്ടെ. വേണ്ട എന്നൊരു വാക്ക് പോലും പറയാതെ ഞാൻ തന്നെ മരിച്ച അവനായി ജീവിക്കുന്നൊരു ജീവിതം, ഞാൻ മരിച്ച് ക്രിസ്തുവായി ജീവിക്കുന്നൊരു ജീവിതം, ഒന്നിനും എതിർക്കാൻ കഴിയാതെ, ഒന്നിനും വേണ്ട എന്ന് പറയാതെ കർത്താവ് നയിക്കുന്നിടത്തേക്ക് പോകാൻ, കർത്താവ് നയിക്കുന്നിടത്തേക്ക് പോകാൻ, വീഞ്ഞു വീട്ടിലേക്ക് കയറാൻ, ഉന്നതികളിലേക്ക് കടക്കാൻ, കൊടുമുടികളിലേക്ക് കടക്കാൻ. ഓ യേശുവാ, മരണത്തെ ജയിച്ച കർത്താവേ, ഉയർത്തെഴുന്നേറ്റ കർത്താവേ, രാജാതി രാജാവായവനെ, ആദ്യനും അന്ത്യനും ആയവനെ, സർവസൃഷ്ടിതാവേ, ദൂത സൈന്യം ആരാധിക്കുന്നവനെ, സ്വർഗത്തിന്റെ സൗന്ദര്യമേ, എന്റെ ഹൃദയം കവർന്നവനെ. എന്തൊക്കെ പേര് നിങ്ങൾക്ക് ഇപ്പോൾ കർത്താവിനെ വിളിക്കാമോ, ആ പേരെല്ലാം കർത്താവിനെ വിളിച്ച് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ യേശു കൊതിക്കുകയാണ്. My beloved, my darling, I love you so much. ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു. മരണത്തെ ജയിച്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റ, മരണത്തിന് പോലും നമ്മെ വേർപെടുത്താൻ കഴിയാത്ത നിലവാരമാണ് യേശു നമുക്ക് തന്ന ജീവിതം. യേശു നമ്മെ പിടിച്ചിരിക്കുന്ന ബന്ധം മരണത്തിന് പോലും തോൽപ്പിക്കാൻ കഴിയാത്ത ബന്ധമാണ്. യേശു നമുക്ക് നൽകിയിരിക്കുന്ന ബന്ധം, പല ബന്ധങ്ങളും പലയിടത്തും വെച്ച് അവസാനിക്കുമ്പോൾ യേശു നൽകിയിരിക്കുന്ന ബന്ധം മരണത്തിന് പോലും വേർപെടുത്താൻ കഴിയാത്തതാണ്. യേശു അങ്ങനെ ആക്കി തീർത്തുക. എന്തിന് യേശു ഭൂമിയിൽ വന്നെന്ന് പറഞ്ഞാൽ, ഞാനും യേശുവായിട്ടുള്ള ബന്ധത്തിന് ഇനി ഒന്നിനും തടസ്സം നിൽക്കാൻ കഴിയരുത്. ഞാനും കർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ഒന്നിനും തടസ്സം നിൽക്കാൻ കഴിയരുത്. അത് മരണത്തിന് പോലും കഴിയരുത്. അതാണ് വാസ്തവം, അതാണ് വാസ്തവം. മരണത്തിന് പോലും വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിക്കുന്ന സ്നേഹം, ഇറ്റ്സ് എ ഗ്ലോറി. അത് മഹത്വമാണ്. The thickness of his presence, അവന്റെ സാന്നിധ്യത്തിന്റെ കലമാണ്. യേശു മരണത്തെ ജയിച്ചവനാ, യേശു ഉയർത്തെഴുന്നേറ്റവനാ, യേശു മരണത്തെ ജയിച്ചവനാ, യേശു ഉയർത്തെഴുന്നേറ്റവനാ. നിന്നിൽ ഞാൻ ഉളവായല്ലോ, നിന്നിൽ ഞാൻ ഉളവായല്ലോ. യേശു മരണത്തെ ജയിച്ചവനാ, യേശു ഉയർത്തെഴുന്നേറ്റവനാ, യേശു മരണത്തെ ജയിച്ചവനാ, യേശു ഉയർത്തെഴുന്നേറ്റവനാ. നിന്നിൽ ഞാൻ ഉളവായല്ലോ. യേശു മരണത്തെ ജയിച്ചെന്നും യേശു ഉയർത്തെഴുന്നേറ്റെന്നും എല്ലാവരും പറയാറുണ്ട്, സത്യമാണ്. പക്ഷെ അടുത്ത വരിയാണ് നാം ഹൃദയം തുറന്ന് പറയേണ്ടത്, പ്രഖ്യാപിക്കേണ്ടത്. ഞാൻ അവനിൽ ഉളവായി. ആമേൻ. ആ വരിയാണ് നാം ഈ അന്തരീക്ഷത്തിൽ പ്രഖ്യാപിക്കേണ്ടത്.
മരണത്തെ ജയിച്ചത് വാസ്തവമാണ്, തകർത്തത് വാസ്തവമാണ്, എല്ലാം സത്യമാണ്. പക്ഷെ നാം പ്രഖ്യാപിക്കേണ്ട സത്യം, ഞാൻ അവനിൽ ഉളവായി. എന്തിൽ നിന്നും ഉളവായോ അതിന്റെ സ്വഭാവം അത് കാണിക്കും. ശരിയല്ലേ? മനുഷ്യനിൽ നിന്ന് ഉളവായവൻ മനുഷ്യനാണ്, മൃഗത്തിൽ നിന്ന് ഉളവായത് മൃഗമാണ്, സസ്യത്തിൽ നിന്ന് ഉളവായതെല്ലാം സസ്യമാണ്. എന്തിൽ നിന്നും ഉളവാകുന്നോ അതിനകത്ത് അതേ ക്യാരക്ടറും അതേ സ്വഭാവമുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ മരണത്തെ ജയിച്ചവനിൽ നിന്ന് ഉളവായെന്ന് പറഞ്ഞാൽ മരണം എന്ന അഴിമതിക്ക് നമ്മെ തൊടാൻ കഴിയില്ല. ഞാൻ ഉയർത്തെഴുന്നേറ്റവനിൽ നിന്ന് ഉളവായെന്ന് പറഞ്ഞാൽ അതേ ഉയർപ്പിന്റെ ശക്തി, റിസറക്ഷൻ ലൈഫ്, റിസറക്ഷൻ പവർ, ഉയർപ്പിന്റെ ശക്തി, ഉയർപ്പിന്റെ ജീവിതം നമ്മെ ഭരിക്കാൻ തുടങ്ങും, നമ്മെ ഭരിക്കാൻ തുടങ്ങും. ഓ ഫാദർ ഗോഡ്, എല്ലാത്തിനെയും തോൽപ്പിച്ചുകൊണ്ട് റിസറക്റ്റഡ് ലൈഫ് കോൺക്വർ ചെയ്യാൻ തുടങ്ങും. ഉയർപ്പിന്റെ ജീവിതം കീഴടക്കാൻ തുടങ്ങും. നിന്നെ ഏതൊക്കെ പുറകിലോട്ട് വലിക്കാൻ ശ്രമിക്കുന്നുവോ, നിന്നെ ഏതൊക്കെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുവോ, നിന്നെ ഏതൊക്കെ ഹാങ് ചെയ്യാൻ ശ്രമിക്കുന്നുവോ, അതിനെല്ലാം ഈ റിസറക്റ്റഡ് ലൈഫ്, ഉയർപ്പിന്റെ ശക്തി ബ്രേക്ക് ചെയ്യുകയാണ്. യേശു മരണത്തെ ജയിച്ചവനാ, യേശു ഉയർത്തെഴുന്നേറ്റവൻ. യേശു മരണത്തെ ജയിച്ചവനാ, യേശു ഉയർത്തെഴുന്നേറ്റവൻ. അടുത്ത വരി ഒന്ന് ശബ്ദം ഉയർത്തി, നിന്നിൽ ഞാൻ ഉളവായല്ലോ, നിന്നിൽ ഞാൻ ഉളവായി. ഒന്നുകൂടെ പറയാം, യേശു മരണത്തെ ജയിച്ചവനാ, യേശു ഉയർത്തെഴുന്നേറ്റം. യേശു മരണത്തെ ജയിച്ചവനാ, യേശു ഉയർത്തെഴുന്നേറ്റവൻ. നിന്നിൽ ഞാൻ ഉളവായല്ലോ, നിന്നിൽ ഞാൻ ഉളവായല്ലോ, നിന്നിൽ ഞാനുള്ള. ആ കരമുയർത്തി പാടാം, ഉന്നതനേ ഉന്നതനേ, ഓ പരിശുദ്ധനേ, ആരാധന. ഉന്നതനേ ആരാധ്യനേ, പരിശുദ്ധനേ, പരിശുദ്ധനേ, ആരാധന. ഉന്നതനേ ആരാധ്യനേ, പരിശുദ്ധനേ, യേശു ആദ്യനും അന്ത്യനുമേ, സർവസൃഷ്ടാവും കർത്താവുമേ. യേശു ആദ്യനും അന്ത്യനുമേ, സർവസൃഷ്ടാവും കർത്താവും. യേശു ആദ്യനും അന്ത്യനുമേ, സർവസൃഷ്ടാവും കർത്താവുമേ. യേശു ആദ്യനും അന്ത്യനുമേ, സർവസൃഷ്ടാവും. ശബ്ദം കേട്ടില്ലല്ലോ, ഉറക്കെ പാടാം. യേശു ആദ്യനും അന്ത്യനുമേ, സർവസൃഷ്ടാവും കർത്താവുമേ. നിന്നിൽ ഞാൻ ഉളവായല്ലോ. ആ വലംകരം മാറോട് ചേർത്ത് പിടിച്ചിട്ട് പറ, നിന്നിൽ ഞാൻ ഉളവായല്ലോ, നിന്നിൽ ഞാൻ ഉളവായല്ലോ, നിന്നിൽ ഞാനുള്ള. ഉന്നതനേ ആരാധ്യനേ, പരിശുദ്ധനേ, ഹല്ലേലൂയ. ഉന്നതനേ ആരാധ്യനേ, പരിശുദ്ധനേ, ആരാധന. ഉന്നതനേ ആരാധ്യനേ,
പരിശുദ്ധനേ ആരാധന, ഉന്നതനേ ആരാധ്യനേ പരിശുദ്ധനേ. ശബ്ദമുയർത്തി കരമുയർത്തി ചേർന്ന് ഉന്നതനേ പരിശുദ്ധനേ. പാടാത്തവരും ചേർന്ന് ഉന്നതനേ ഉന്നതനേ ഓ ആരാധന കേൾക്ക. ഉന്നതനേ ഉന്നതനേ ആരാധ്യനേ പരിശുദ്ധനേ. പരിശുദ്ധ അങ്ങേക്കാരാധന, അങ്ങേക്കാരാധന. ഉന്നതനേ ആരാധ്യനേ പരിശുദ്ധനേ. ഉന്നതനേ ഉന്നതനേ ആരാധ്യനേ പരിശുദ്ധനേ. ഉന്നതനേശുവിൻ ആരാധന, ഉന്നതനേശുവിൻ 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 ഉന്നതനേശുവിൻ. മരണത്തെ ജയിച്ച കർത്താവ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശരീരത്തെ ഉപേക്ഷിച്ച നിത്യതയിലേക്ക് കടന്ന അഭിഷക്തൻ എഴുതിയൊരു ഗാനമാണ്. 2-3 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ലൈഫിൽ ഒരു യൂ ടേൺ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ എൻകൗണ്ടറിലൂടെയാണ്, അദ്ദേഹവുമായുള്ള എൻകൗണ്ടറിലൂടെയാണ്. ദൈവം ഒരുക്കിയ ദിവസങ്ങളായിരുന്നു. അതിനെപ്പറ്റി പറയാൻ ഒത്തിരി ചരിത്രങ്ങളുണ്ട്. ആ ദിവസം കർത്താവ് എനിക്ക് വേണ്ടി തന്ന ദിവസമായിരുന്നു. കുറേ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള വെളിപ്പാടുകൾ, എന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ എന്നോട് പറഞ്ഞ ദൈവ മനുഷ്യൻ 4-5 മാസങ്ങൾ കൊണ്ട് ഉയർപ്പിനെ കുറിച്ച് മാത്രം പ്രസംഗിച്ചിട്ട് തൻ്റെ ശരീരം ഉപേക്ഷിച്ച കർത്താവിനോട് കൂടെ കടന്നിരിക്കുകയാണ്. യേശുവിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്, ദൈവത്തോട് കൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ പോലും ഇരിക്കാൻ ദൈവം ഇഷ്ടപ്പെടത്തില്ല, അങ്ങെടുക്കും. അതുകൊണ്ടാണ് ഹാനോക്കിനോട് കൂടെ നടക്കുമ്പോൾ പിന്നെ ഒരു സെക്കൻഡ് യേശുവിന് ദൈവത്തിന് ഹാനോക്കിനെ പിരിയാൻ പറ്റുന്നില്ല. ഈ ബന്ധത്തിനകത്ത് കടന്നാലുള്ള പ്രത്യേകത, ഒരു സെക്കൻഡ് പോലും നമുക്ക് കർത്താവിനെ പിരിയാൻ പറ്റും എന്നതിനേക്കാൾ ഉപരി കർത്താവിന് നമ്മെ പിരിയാൻ പറ്റില്ല. ആമേൻ. കാരണം യേശുവിൻ്റെ ഹൃദയം ഇന്നും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയം നല്ലതുപോലെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ വേണം. വാസ്തവം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇന്നും കരച്ചിലെന്ന് പറഞ്ഞാൽ, നമ്മൾ പാടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പ്രവചനം കേൾക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ ഹൃദയത്തിലെ ആ യഥാർത്ഥ ഹൃദയം എന്തെന്നറിയാൻ, ദൈവത്തിൻ്റെ യഥാർത്ഥ ഹൃദയം എന്തെന്ന് മനസ്സിലാക്കാൻ അങ്ങനെയുള്ളവർ യേശുവിന് വേണം. അവരുമായി നടക്കുന്നൊരു ജീവിതത്തിൽ എപ്പോഴാണോ ചിലപ്പോൾ യേശുവിന് ഒട്ടും പിരിയാതെ വരുമ്പോൾ ശരീരത്തെ ഉപേക്ഷിച്ച് യേശു എടുത്തുകൊണ്ട് പോകും. ചിലപ്പോൾ ശരീരത്തെ രൂപാന്തരപ്പെടുത്തി എടുത്തുകൊണ്ട് പോകും. വാസ്തവമായി പറയാം, ഈ തലമുറയിൽ അത് സാധാരണമാണ്. ഹാനോക്കിനെ പോലെ നമ്മൾ 1-2 വ്യക്തികളെ വായിച്ചിട്ടുള്ളൂ. പക്ഷേ അതുപോലത്തുള്ള സംഭവങ്ങൾ പല നാട്ടിലും നടക്കുന്നുണ്ട്. നമ്മൾ ആരും അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ കേരളത്തിലും അത് സർവ്വസാധാരണമാകും, നമ്മുടെ ഇടയിലും അത് സാധാരണമാകട്ടെ. ആമേൻ, ആമേൻ. കാരണം ആ ബന്ധത്തെ, ഈ ഗ്ലോറി എന്ന് പറഞ്ഞാൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, മുഖാമുഖമാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആദാമിന്റെ ജനനം എന്ന് പറയുന്നത് ഒറ്റ ചുംബനത്തിലാണ്, അത്രത്തോളം അടുത്താണ്. മലയാളം ബൈബിളിൽ പറയുന്നു ശ്വാസം മൂക്കിൽ അടിച്ചു, പക്ഷെ അതിനേക്കാൾ ഉപരി യഥാർത്ഥ ട്രാൻസ്ലേഷൻ പറയുന്നു ഊതി എന്നല്ല, ദൈവത്തിന്റെ ശ്വാസം അവന്റെ മൂക്കിൽ അടിച്ചു. ഒരു വ്യക്തിയുടെ ശ്വാസം ഒരു വ്യക്തിയുടെ മൂക്കിൽ പോകണമെങ്കിൽ അവിടെ ചുംബനം നടന്നു എന്നതാണ് സത്യം. അവിടെ കൊടുത്തിരിക്കുന്ന യഥാർത്ഥ വാക്ക് സ്പിരിറ്റ് കിസ്. അതേ വാക്കാണ് പലയിടത്തും ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. യെഹെസ്കേലിന്റെ താഴ്വരയിൽ വന്നപ്പോൾ അതേ സെയിം വാക്ക് ബൈബിളിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സ്പിരിറ്റ് കിസ്, ആത്മാവിന്റെ ചുംബനം. അത്രത്തോളം ഇന്റിമേറ്റ് ആയിട്ട് നടന്നു കഴിയുമ്പോൾ, ഗ്ലോറിയിൽ നിന്ന് പുറത്തായപ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, ഗ്ലോറിയിൽ നിന്ന് പുറത്തായപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആദ്യത്തെ വിഷയം, അപ്പോഴല്ല ആദാം നഗ്നനായത്. നഗ്നൻ ആയത് ഗ്ലോറിയിൽ നിന്നും പുറത്തു പോയപ്പോഴല്ല. അതുവരെ അവൻ നഗ്നനായിരുന്നു, പക്ഷെ ദൈവം കൂടെ നടക്കുമ്പോൾ അവന് പ്രശ്നമില്ലായിരുന്നു. വളരെ ശ്രദ്ധിച്ചു കേട്ടോണം. അപ്പോഴും ആദാം എന്തായിരുന്നു? നഗ്നനായിരുന്നു. അപ്പോഴും ആദാം നഗ്നനായിരുന്നു. പക്ഷെ ദൈവമായിട്ട് കൂടെ നടക്കുമ്പോൾ അവൻ അതൊരു പ്രശ്നമല്ല.
പക്ഷെ ഗ്ലോറി പോയപ്പോൾ, ഗ്ലോറി ഡിപ്പാർട്ട് ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്നും ഹൈഡ് ആകാൻ തുടങ്ങി, ദൈവത്തിൽ നിന്നും മറ വയ്ക്കാൻ തുടങ്ങി. ഒന്നുകൂടെ ചിന്തിച്ചാൽ പലപ്പോഴും ക്രിസ്തുവും സഭയും ഫാമിലിയായിട്ട് ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. പൗലോസിന്റെ പുസ്തകത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് നിങ്ങൾക്ക് അധികം നഗ്നതയിൽ നാണക്കേടില്ല. അതല്ലേ വാസ്തവം? നാണക്കേടില്ല, മറ പിടിക്കാൻ നാണക്കേടില്ല. പക്ഷെ മറ്റൊരു വ്യക്തി വരുമ്പോൾ നിങ്ങൾ അങ്ങനെയല്ല. That's our attitude. അതാണ് നമ്മുടെ ദൈവം തന്ന കഴിവ്. അതുപോലെ അതുവരെയും ആദാം നഗ്നനായിരുന്നു, പക്ഷെ ദൈവത്തോട് കൂടെ ദൈവം ഇറങ്ങി വരുമ്പോൾ അവന് പ്രശ്നമല്ലായിരുന്നു. പക്ഷെ ഗ്ലോറി ഡിപ്പാർട്ട് ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്നും എന്തൊക്കെയോ അവൻ ഹൈഡ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ദൈവം തോട്ടത്തിൽ നിന്ന് ഇറങ്ങി ചോദിച്ചത്, ആദാമേ നീ എവിടെ എന്ന് ചോദിച്ചപ്പോ, ഞാൻ മരത്തിന്റെ കീഴിലുണ്ട്, ഞാൻ നഗ്നനാണ്. ആദ്യം പറഞ്ഞ വാക്ക്. ആരെങ്കിലും വന്നാൽ നഗ്നനാണ് നമ്മൾ എന്ത് ഒളിക്കും? ശരിയല്ലേ? ശരിയല്ലേ? നമ്മൾ വീട്ടിലിട്ടുകൊണ്ടിരിക്കുന്ന വസ്ത്രം ഇട്ടുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഹൈഡാകും. കറക്റ്റ് അല്ലേ? കാരണം നമ്മൾ അതേ തമ്മിൽ ബന്ധമില്ല. പക്ഷെ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ മക്കളോ ആണോ വന്നെങ്കിൽ നിങ്ങൾ വീട്ടിലെ ഡ്രസ്സ് ഇട്ട് തന്നെ നിൽക്കും. ശരിയാണോ അല്ലേ? വാസ്തവമാണോ അല്ലേ? ഇതേ അവിടെ നടന്നിട്ടുള്ളൂ. ആദാം അപ്പോഴേ നഗ്നനാണ്. പക്ഷെ ഗ്ലോറി ഡിപ്പാർട്ട് ചെയ്തപ്പോൾ ദൈവം അവന് അന്യനായി മാറി. ദൈവം അവനുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അപ്പോഴാണ് അവൻ തൂണിന്റെ പുറകിൽ അല്ലെങ്കിൽ മരത്തിന്റെ പുറകിൽ ഒളിക്കാൻ പോയത്. ഞാൻ നഗ്നനാണ്. ദൈവം ചോദിച്ച ആദ്യ ചോദ്യം, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ദൈവമായിട്ട് മറ പിടിക്കാനുള്ള ബന്ധത്തിന്റെ അവിടെ കട്ടായി. പക്ഷെ എന്നാണ് നാം ഇന്റിമസിയിലേക്ക് വരുന്നത്? ഞാനും എൻ്റെ യേശു. സത്യം അതാണ്, നമ്മുടെ ഹൃദയത്തിന്റെ വിചാരം പോലും ദൈവം അറിയുന്നവനാണ്. പക്ഷെ നമ്മൾ തന്നെ മറ പിടിക്കാതെ കർത്താവിനോട് പറയുമ്പോൾ അത് ബന്ധത്തിന്റെ ദൃഢതയാണ്. എല്ലാം കർത്താവിന് അറിയാം. എന്നാലും നമ്മൾ കർത്താവേ, എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെയാണ്, എൻ്റെ ചിന്ത എല്ലാം ഷെയർ ചെയ്യുമ്പോൾ, എല്ലാം പങ്കിടുമ്പോൾ നാം അങ്ങോട്ട് പങ്കിടുന്നത് പോലെ തന്നെ അവൻ്റെ തേജസ് അവൻ നമ്മോട് ഇങ്ങോട്ടും പങ്കിടും. നാം എന്ത് അങ്ങോട്ട് ഷെയർ ചെയ്യുന്നോ അതുപോലെ യേശുവിൻ്റെ മഹത്വം ഇങ്ങോട്ട് ഷെയർ ചെയ്യും. അതിൽ നിന്ന് ഷെയർ ചെയ്യപ്പെടുന്നതിനകത്ത് മരണമില്ല. അതിൽ നിന്ന് ഷെയർ ചെയ്യപ്പെടുന്നതിനകത്ത് ലോകത്തിൻ്റെ തകർച്ചകളോ കഷ്ടതകളോ ശരീരവുമായി ബന്ധപ്പെട്ട യാതൊന്നുമില്ല. അതിൽ നിന്ന് പകരപ്പെടുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, ദ ലൈക്ക്നെസ്, ഇമേജ്, ഗ്ലോറി, റിസറക്ഷൻ, ലൈഫ്. അതേ സാദൃശ്യം, അതേ സ്വരൂപം, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി, ജീവൻ, ബന്ധം, ഇത് മാത്രമേ അതിൽ പകരത്തുള്ളൂ. ഗ്ലോറി, തേജസ്. അതുകൊണ്ട് ഇന്ന് ആ ബന്ധത്തിലേക്ക് കിടക്കണം. ഞാൻ അവനിൽ ഉളവായെന്ന് പറയുമ്പോൾ 49 വയസ്സ് വരെ അഭിഷേകം ജീവിച്ചു. 21 വർഷങ്ങൾ ഒരു പുരുഷന്മാർക്കും ചെയ്യാൻ കഴിയാത്ത അസാധാരണ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട്, ഉയർപ്പിനെ പ്രസംഗിച്ചുകൊണ്ട് മരണത്തെ കീഴടക്കി പോയൊരു അഭിഷേകത്തിന് എഴുതിയ ഗാനമാണത്. ഈ പാട്ട് കഴിഞ്ഞ ദിവസങ്ങളെ എന്നെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സീസണിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട്, എന്നെ മിനിസ്റ്റർ ചെയ്യാണ് ഈ പാട്ട്. യേശു ഉയർത്തെഴുന്നേറ്റവനാണ്, യേശു മരണത്തെ തകർത്തവനാണ്. അതെ, ഞാൻ അവനിലുള്ളവായി. യേശു ഉന്നതനാണ്, യേശു ആരിലും പരിശുദ്ധനാണ്, ഞാൻ അവനിലുള്ളവായി. യേശുവിൻ്റെ ഓരോ ക്വാളിറ്റീസും പറഞ്ഞിട്ട് ഞാൻ അതിൽ ഉളവായി എന്ന് പറയുമ്പോൾ ആ ക്വാളിറ്റി നമ്മളിലേക്കും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ പരിശുദ്ധി, അതേ വിശുദ്ധി, അതേ ഉന്നതങ്ങൾ, അതേ ഉയർച്ചകൾ, അതേ തേജസ്, അതേ മഹത്വം, അതേ ഉയർപ്പിന്റെ ശക്തി, അതേ പരിശുദ്ധാത്മാവ്, അതേ പിതാവുമായിട്ടുള്ള ബന്ധം, അത് നമ്മളിലേക്ക് ഇമ്പാർട്ടാകുകയാണ്. അങ്ങനെയെങ്കിൽ അത് കൊതിക്കുന്നവർ, എനിക്ക് ആ ബന്ധം വേണം, ഇത് പോരാ, എനിക്ക് ഡീപ്പറായ ബന്ധത്തിലേക്ക് പോകണം. ആഴത്തിനകത്ത് പോകുമ്പോഴാണ് വിലയേറിയ മുത്തുകളുള്ളത്. ഏറ്റവും ഡീപ്പറിലേക്ക് എത്രത്തോളം പോകുമോ അത്രത്തോളം ഡീപ്പറിലേക്ക് പോകും. പലരും ഇങ്ങനെ പറയാറുണ്ട്, ആഴക്കടലിൽ ഒരുവൻ പെട്ടുകഴിഞ്ഞാൽ, അഗാധമായ ആഴക്കടലിൽ ഒരുവൻ പെട്ടുകഴിഞ്ഞാൽ പിന്നെ അവന് രക്ഷയില്ലെന്നാണ്. അതുപോലെ കർത്താവേ, എനിക്ക് ആ സ്നേഹത്തിനകത്ത് പെട്ടുപോകണം. ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ, ഒന്നിനും എന്നെ വേർപെടുത്താൻ കഴിയാത്ത രീതിയിൽ എനിക്കതിനകത്ത് കടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടുമേ നിൽക്കാം, എഴുന്നേൽക്കണം, എഴുന്നേറ്റ് നിൽക്കാം. 2 കര ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞ്, യേശു ആദ്യനും അന്ത്യനുമാണ്, യേശു ആദ്യനും അന്ത്യനുമാണ്. അവനിൽ ഞാൻ ഉളവായെന്ന് പറയുമ്പോൾ, സൃഷ്ടികർത്താവിൽ ഞാൻ ഉളവായെന്ന് പറയുമ്പോൾ, യേശു ആദ്യനും അന്ത്യനുമേ, സർവസൃഷ്ടാവും കർത്താവുമേ. യേശു ആദ്യനും അന്ത്യനുമേ, സർവസൃഷ്ടാവും കർത്താവുമേ. നിന്നിൽ ഞാൻ ഉളവായല്ലോ, നിന്നിൽ ഞാൻ. ആ സത്യം മടിക്കാതെ
വാ തുറന്ന് നിന്നിൽ ഞാൻ ഉളവായല്ലോ, നിന്നിൽ ഞാനുള്ള യേശു ആരിലും ഉന്നതനേ, യേശു ആരിലും ഉന്നതനേ, യേശു ആരിലും പരിശുദ്ധനേ, യേശു ആരിലും ഉന്നതനേ, യേശു ആരിലും പരിശുദ്ധ, യേശു ആരിലും ഉന്നതനേ, യേശു ആരിലും ഉന്നതനേ, യേശു ആരിലും പരിശുദ്ധനേ. നിന്നിൽ ഞാൻ ഉളവായല്ലോ, അപ്പാ നിന്നിൽ ഞാൻ ഉളവായല്ലോ, നിന്നിൽ ഞാൻ. ആ വാക്കുകൾ ഏറ്റു പറഞ്ഞ് നിന്നിൽ ഞാൻ ഉളവായല്ലോ, നിന്നിൽ ഞാൻ ഉളവായല്ലോ, നിന്നിൽ ഞാൻ. യേശു മരണത്തെ ജയിച്ചവനാ, യേശു മരണത്തെ ജയിച്ചവനാ, യേശു ഉയർത്തെഴുന്നേറ്റവനാ, യേശു മരണത്തെ ജയിച്ചവനാ, യേശു ഉയർത്തെഴുന്നേറ്റവനാ. നിന്നിൽ ഞാൻ ഉളവായല്ലോ, നിന്നിൽ ഞാൻ ഉളവായല്ലോ, നിന്നിൽ ഞാൻ ഉളവായല്ലോ, അബാ നിന്നിൽ ഞാൻ ഉളവായല്ലോ, നിന്നിൽ ഞാൻ ഉളവായല്ലോ. യേശുവാ ഉന്നതനേ, ആരാധ്യനേ, പരിശുദ്ധനേ, ആരാധന. ഉന്നതനേ, ആരാധ്യനേ, പരിശുദ്ധനേ, ഉന്നതനേ, ഉന്നതനേ, ആരാധ്യനേ, പരിശുദ്ധനേ, ഉന്നതനേ, ഉന്നതനേ, ആരാധ്യനേ, പരിശുദ്ധനേ, ഉന്നതനേശുവിന്, ഉന്നതനേശുവിനാരാ, ഉന്നതനേശുവിന്, ഉന്നതനേശുവിനാ. ഒരുമിച്ച് ആ ദൈവശക്തി അനുഭവിച്ചുകൊണ്ട് ഉന്നതനേ, ആരാധ്യനേ, പരിശുദ്ധനേ, ആരാധന. ഉന്നതനേ, ആരാധ്യനേ, പരിശുദ്ധനേ, ആരാധന. ഉന്നതനേ, ആരാധ്യനേ, പരിശുദ്ധനേ, ഉന്നതനേ, ഉന്നതനേ, ആരാധ്യനേ, പരിശുദ്ധനേ, ആരാധന. ഉന്നതനേ, ആരാധ്യനേ, പരിശുദ്ധനേ, പരിശുദ്ധനേ, ആരാധന. ഉന്നതനേ, ആരാധ്യനേ, പരിശുദ്ധനേ, ആരാധന. ഉന്നതനേശുവി ആരാധന, ഉന്നതനേശുവി. ഓഹോ ഉന്നതനേശുവി. ജീവന്റെ സമൃദ്ധി, ജീവന്റെ സമൃദ്ധി, ജീവന്റെ സമൃദ്ധി.